ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ബഹുമാനപ്പെട്ട സഹകാർമ്മികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കോൺഫ്രറ്റേണിറ്റി കൊമ്പറരി അംഗങ്ങളെ, പ്രസിഡന്റുമാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഈ നല്ല ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ റാഫേൽ മാലാഖയുടെ തിരുനാൾ ആശംസകളും നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എന്നെ വളരെയധികം സന്തോഷിപ്പിച്ച ഈ ബലിവേദിയും ബലിപീഠവും അത് നവീകരിക്കുന്നതിന് മുൻകൈയെടുത്ത ബഹുമാനപ്പെട്ട വികാരി അച്ഛനെയും അദ്ദേഹത്തിന് തുണയായി നിന്ന നിങ്ങളേവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. റാഫേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം ഓർമ്മിക്കുക, നമുക്ക് ദൈവദൂതന്മാരെ ദൈവം നൽകിയത് ഭൂമിയിൽ നമുക്ക് സംരക്ഷണമേകുന്നതിന് വേണ്ടിയും സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയുമായിരുന്നു. ആ മാലാഖയുടെ സംരക്ഷണം അനുഭവിക്കുന്ന നിങ്ങൾ ധന്യരാണ്. കഴിഞ്ഞ 180 വർഷങ്ങളായി ഈ കൊമ്പറരിയ തിരുനാൾ ഇവിടെ ആഘോഷിച്ചു പോരുന്നത്. ഈ തിരുനാൾ ആഘോഷം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ആഴപ്പെടുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നിങ്ങളോ ഞാൻ ഏറ്റുപറയും. എന്തെന്ന് വിചാരിച്ചാലും വാക്കാൻ പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എൻ്റെ വലിയ
ആകയാൽ ഇതിൻ്റെ പരിശുദ്ധമുறை എല്ലാ മാലാഖമാരോടും സഹോദരങ്ങളോ അപേക്ഷിക്കും. എനിക്ക് വേണ്ടി ഉടയത്താവായ ദൈവത്തെ പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നു. സ്വർഗത്തിൽ അങ്ങയ്ക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്നവർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായും വരും. അത് താമസിക്കുകയില്ല. ഹൃദയ പരമാർത്ഥിയില്ലാത്തവൻ പരാജയപ്പെടും. എന്തെന്നാൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും. കർത്താവിൻ്റെ വചനം. തീർത്തവനാ
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. ഏറ്റവും വാത്സല്യമുള്ളവനെ, എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. അവൻ്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കുക. നീ എന്നിൽ നിന്ന് കേട്ടിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും നീ അനുസരിക്കുക, മാതൃകയാക്കുക. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നല്ല നിക്ഷേപങ്ങൾ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. വൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക? കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ? ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് കുറെ കൂടി നമ്മുടെ വിശ്വാസ ജീവിതത്തെ സജീവമാക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മളിന്നത്തെ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നത്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അങ്ങനെയെങ്കിൽ ആ വിശ്വാസ ജീവിതത്തിനകത്ത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങനെ മാലാഖമാരെ ശ്രദ്ധിക്കേണ്ട ബാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു അനുദിന ജീവിതത്തിൽ ഈ മാലാഖമാരെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കുറേ കൂടി അഗാധമായൊരു ക്രിസ്തുജീവിതം ജീവിക്കാനായിട്ട് നമ്മളെ സഹായിച്ചെന്നിരിക്കും. നമുക്കറിയാം, സുവിശേഷത്തിലുടനീളം ഈ മാലാഖമാരുടെ പ്രസൻസ് ഉണ്ട്. അങ്ങനെ യേശുവിൻ്റെ പിറവി തൊട്ട്, അല്ലെങ്കിൽ പിറവിക്ക് മുമ്പേ മംഗളവാർത്ത തൊട്ട് എവിടെയൊക്കെയാണ് ഈ മാലാഖമാരുടെ സാന്നിധ്യം എന്ന് പൊതുവെ ഒന്ന് ഓർത്തെടുത്താൽ നല്ലതായിരിക്കും. പിറവിയിൽ കാണുന്നുണ്ട്,
യേശുവിൻ്റെ പ്രലോഭനത്തിൽ കൂടെ നിൽക്കുന്നുണ്ട്, യേശുവിൻ്റെ ദുഃഖത്തിൽ സമാധാനം കൊടുക്കുന്നുണ്ട്. ഒടുവിൽ സുവിശേഷം തീരുമ്പോഴും ഇവർ ഈ ചിത്രത്തിലുണ്ട്. അവരാണ് നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചൊരിടയിൽ തപ്പുന്നത്, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിലേക്ക് പോയെന്ന് പറയുന്ന ഈസ്റ്റർ സന്ദേശം കൊടുക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ആന്തരിക ജീവിതത്തിനകത്ത് അത്രയും മാലാഖ വിചാരങ്ങൾ പുലർത്തുന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെയൊക്കെ വ്യക്തിപരമായ അനുഭവത്തിലൊക്കെ ചില പ്രത്യേക കാലത്തിലൊക്കെ നമ്മളതിനെ അവഗണിച്ചിട്ടുണ്ട്, ഈ മാലാഖമാരുടെ സാന്നിധ്യം. നമുക്ക് പൊതുവായിട്ട് ഈ ദിവസത്തിൽ ചിന്തിക്കാവുന്നൊരു വിചാരം നമ്മുടെ മാലാഖമാരെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. എന്തൊരു ധൈര്യമാണ് ഈ മാലാഖ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മുടെ റാഫേൽ മാലാഖയിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ ശ്രദ്ധയും ധ്യാനവും ഒന്ന് ഏകാഗ്രമാക്കാം. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ റാഫേൽ മാലാഖയുടെ വേണ്ടി ഇത്രയും പ്രകീർത്തനം നൽകുന്നൊരു പള്ളിയിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സൗഖ്യം. ഞാൻ വിചാരിക്കുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് അതിനു വേണ്ടി ആയിരിക്കട്ടെ. ഇങ്ങനെ കുറേ കൂടി സൗഖ്യം ഞങ്ങൾക്ക് തരണമേ. കാരണം നമ്മുടെയൊക്കെ ഒരു പ്രശ്നം നമ്മളിങ്ങനെ അനുഭവിക്കാതെ പോകുന്ന സൗഖ്യമാണ്. മനുഷ്യയെക്കുറിച്ചുള്ള ഏറ്റവും കൃത്യമായ നിരീക്ഷണം ഇങ്ങനെയാണ്, മനുഷ്യൻ മാത്രമാണ് അവൻ്റെ സൗഖ്യത്തിൽ കാര്യമായിട്ടൊരു താല്പര്യമോ ശ്രദ്ധയോ പുലർത്താത്തത്. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും ഇങ്ങനെ സൗഖ്യത്തിലായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മഴയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കുരുവി, നനഞ്ഞു പോയൊരു കുരുവി തൻ്റെ ഇത്തിരി ചിറകുകളൊക്കെ ഇങ്ങനെ വിരിച്ച് പതുക്കെ അതിനകത്ത് നിന്ന് വെള്ളം തട്ടി മാറ്റും. കാരണം ഇത്തിരി ഈർപ്പം ചിറകിലുണ്ടെങ്കിൽ തൻ്റെ പറക്കൽ എളുപ്പമില്ലെന്ന് കുരുവിക്കറിയാം. വീട്ടിൽ വളർത്തുന്നൊരു പൂച്ച ദഹനക്കേടുണ്ടാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കത്തില്ല. ആ തൊടിയിലൊക്കെ ചെന്നിട്ട് അതിന് പരിചയമുള്ള എന്തൊക്കെയോ ഇലകൾ ഭക്ഷിച്ച് നടക്കും നമ്മൾ കാണാം. എല്ലാ ജീവജാലങ്ങളും തങ്ങളുടെ സൗഖ്യത്തിലാകാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മൾ ഒരേ ഒരു ജനസാന്നാണ് പറയുന്നത്, ഇങ്ങനെ അവനവൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അത്രയും അർജൻസി അനുഭവപ്പെടാത്ത മനുഷ്യരാണ് നമ്മളിങ്ങനെ സൗഖ്യമില്ലാത്തവരായിട്ട് ജീവിക്കുന്നു. ഫലത്തിൽ സംഭവിക്കുന്നത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചുറ്റുമുള്ള പരിസരത്തിൽ നമ്മൾ ഏൽപ്പിക്കുന്നുള്ളതാണ്. ഒരാൾ ദേഷ്യപ്പെടുന്നു, ഒരാൾ ചില കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുന്നില്ല, ഒരാൾക്ക് ദുഃഖം വരുന്നു. ഇങ്ങനെ അനവധിയായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രോഗാതുരതയായിട്ടാണ്. പണ്ട് നമ്മൾ പറയും, എന്തിനാ മദ്യപാനം തന്നെ എടുക്കുക. മദ്യപാനത്തെയൊക്കെ നമ്മൾ ശീലമായിട്ടായിരുന്നു പണ്ട് കണക്കാക്കിയിരുന്നത്, വേണമെങ്കിൽ തിരുത്താവുന്നൊരു ശീലം. പക്ഷെ ഇന്ന് നമുക്കറിയാം, മദ്യപാനം എന്ന് പറയുന്ന രോഗാതുരതയാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും ഡി അഡിക്ഷൻ സെൻറ്റേഴ്സൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ഒരിക്കൽ അഭിമുഖീകരിച്ചിരുന്ന മിക്കവാറും പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ രോഗാതുരതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ശിഷ്യരെയൊക്കെ ലോകത്തിൻ്റെ അതിരുകളിലേക്ക് അയക്കുമ്പോൾ യേശു വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, രോഗികളെ സൗഖ്യപ്പെടുത്തുക. അപ്പം നമുക്ക് ഈ ദിവസം എന്തെങ്കിലും ഒരു പ്രാർത്ഥനയിലോട്ട് നമ്മളെ തന്നെ ഏകാഗ്രമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാലാഖയോട് പ്രാർത്ഥിക്കേണ്ടതാണ്, ഞങ്ങളുടെ സൗഖ്യത്തെ തിരിച്ചു പിടിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കുക. കാരണം ഇതിൻ്റെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ചുറ്റുമുള്ള പരിസരമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോളണം, നമ്മുടെ ഒരു വൾണറബിൾ മേഖലയെ നമ്മൾ തിരിച്ചറിയുകയാണ്. എന്താ പ്രാർത്ഥന എന്ന് പറയുന്നത്? നമുക്ക് ഇടപെടൽ ആവശ്യമുള്ള നമ്മുടെ ദുർബലമായ മേഖലയെ നമ്മൾ തിരിച്ചറിയുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയാണ് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സോർട്ടിങ്. അനവധിയായ പ്രശ്നങ്ങൾ നമ്മൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരുമ്പോഴും ചില പ്രത്യേക മേഖലയ്ക്ക് കുറേ കൂടി പ്രാധാന്യം ലഭിക്കണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒന്നിൻ്റെ പേരാ പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമുക്ക് സൗഖ്യം ആവശ്യമുള്ള ഒരു മേഖലയെ ഈ ദിവസം സന്നിധിയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ചുരുക്കത്തിൽ എന്തായിരിക്കും റാഫേൽ മാലാഖ നമ്മളോട് ചെയ്യാൻ പോകുന്നത്? പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, ഇങ്ങനെ കൃത്യമായ ഔഷധം കൊടുക്കുന്നുണ്ട്. ആ ഔഷധത്തിൻ്റെ കഥയൊക്കെ നമ്മളിങ്ങനെ തോപത്തിൻ്റെ പുസ്തകത്തിലൊക്കെ വായിക്കും. നമുക്ക് ഏറ്റവും പരിചയമായ ടെക്സ്റ്റ് ആയിരിക്കും അത്. പക്ഷെ എപ്പോഴും ഓർമ്മിക്കണം, ഈ പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള ബന്ധം. പഴയ നിയമം എന്ന് പറയുന്നത് നിഴലാണ്, ഷാഡോ. പുതിയ നിയമം എന്ന് പറയുന്ന പൊരുളാണ്. വാസ്തവത്തിൽ യേശുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ നിഴലാണ് ഈ പഴയ നിയമം. അങ്ങനെയെങ്കിൽ ആ പുതിയ നിയമത്തിലെ ഒരു പൊരുളിലേക്ക് വരുമ്പോഴേക്കും ഈ റാഫേൽ മാലാഖ നമ്മളോട് ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും? ഏറ്റവും വലിയ വൈദ്യൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക,
ഏറ്റവും നല്ല ഔഷധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. വാസ്തവത്തിൽ അതാണ് ഈ ദിവസത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. ചുരുക്കത്തിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ റാഫേൽ മാലാഖയുടെ മാധ്യമം അർത്ഥിക്കുന്നത്. ഒന്നിങ്ങനെ സൗഖ്യം, 2 ഇങ്ങനെ യാത്രയിൽ കൂട്ടുവരിക. ഈ സൗഖ്യത്തിലേക്കുള്ള യാത്രയിൽ ഈ മാലാഖ നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കുരിശിൻ ചോട്ടിലേക്കാണ്. എന്നിട്ട് അതിലേക്ക് നോക്കാനാണ് പറയുന്നത്. അവനെ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. വാസ്തവത്തിൽ കുരിശ് വരക്കുകയും കുരിശിനെ നമസ്കരിക്കുകയും കുരിശിനെ അണിയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ അവരുടെ സൗഖ്യമില്ലാത്ത മേഖലയുമായിട്ട് നടന്നു പോവുക എന്ന് പറയുന്നത് ഒരു ഐറണിയാണ്, ഒരു വൈരുദ്ധ്യമാണ്. കാരണം ഈ കുരിശ് വരക്കുന്നവരുടെയൊക്കെ അവകാശം സൗഖ്യമാണ്. അപ്പോൾ ആ സൗഖ്യത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് നമുക്ക് ഈ ദിവസം ഒന്ന് മാലാഖയോട് പ്രാർത്ഥിക്കാം. വളരെ ഒരു ചെറിയ വിചാരം മാത്രമാണ് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, വേദപുസ്തകത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനയുണ്ട്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ മാലാഖമാരുടെ വിശ്വാസത്തെ കൂടി കുറച്ചുകൂടി ദൃഢമാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ വിചാരം. 2, എങ്ങനെയാണ് ഈ റാഫേൽ മാലാഖ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? ഇങ്ങനെ സൗഖ്യത്തിൻ്റെയും യാത്രയുടെയും ഒക്കെ കൂട്ടുവരുന്ന ആളാണ്. ആ സൗഖ്യത്തിൻ്റെ യാത്രയൊക്കെ അവസാനിക്കുന്നത് ഈ കുരിശിൻ ചോട്ടിലേക്കാണ്. അവനെ നോക്കിയവരൊക്കെ സൗഖ്യപ്പെട്ടു. അങ്ങനെയാണ് ആ പഴയ നിയമത്തിൽ നിഴലായിട്ട് നമ്മൾ വായിക്കുന്ന ഭാഗങ്ങൾ പുതിയ നിയമത്തിൻ്റെ പൊരുളായിട്ട് നമുക്ക് പിടുത്തം കിട്ടേണ്ടത്. യേശു പറഞ്ഞ ഒരു കുഞ്ഞ് രൂപകം കൂടി പറഞ്ഞിട്ട് ഓർത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നൊരു കോവണി കണ്ടു. ആ കോവണി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുമാണ്. പഴയ നിയമത്തിലെ ബത്തേൽ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നിന്നാണ് അത് പുതിയ നിയമത്തിലേക്ക് വരുന്നത്. ഒരു ഇടം കണ്ടു, ആ ഇടത്തിലിങ്ങനെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ കൊടുക്കേണ്ട ഒരു ഉറപ്പ് ഇതാണ്, ഇങ്ങനെ പുതിയ നിയമത്തിലെ കോവണിയായിട്ട് മാറാൻ പറ്റുമോ? മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണി. അങ്ങനെയാണ് ജീവിതം കുറേ കൂടി ശുദ്ധമാവുകയും ഭാവനകൾ കുറേ കൂടി നിർമ്മലമാവുകയൊക്കെ ചെയ്യുന്നത്. ആ കോവണിയിൽ സ്വയം ആ ഒരു കോവണിപ്പടിയായിട്ട് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുകയും കണ്ടെത്തുകയും ചെയ്യാൻ പറ്റുമ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും ഒരുപക്ഷെ റാഫേൽ മാലാഖയുള്ള നമ്മുടെ ഡിവോഷൻ്റെ ഏറ്റവും നല്ല പ്രതീകം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ നേരെ ഇരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ സൗഖ്യത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ചോയ്സ് അല്ല, നമ്മുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സൗഖ്യം ആവശ്യമുള്ള നമ്മുടെ ദുർബലമായൊരു മേഖലയിലേക്ക് ഈ മാലാഖയുടെ മാധ്യസ്ഥത ക്ഷണിക്കുക. ആ മാലാഖ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന കുരിശിലേക്ക് ഇട്ട് നോക്കി സൗഖ്യസഞ്ചാരം ആരംഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് സൗഖ്യം ആവശ്യമുള്ള മേഖല എന്താണ്? രണ്ട്, ഒരു പുതിയ നിയമ രൂപകമാണ് ഈ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണി. നമ്മുടെ പ്രാർത്ഥനയിലും ബോധത്തിലും ധ്യാനത്തിലും ഭാവനയിലുമൊക്കെ കുറേ കൂടി ഇങ്ങനെ മാലാഖമാർ കയറി ഇറങ്ങട്ടെ. റാഫേൽ, എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണെന്ന് നമുക്കറിയാം. മിഖായേൽ, ഗബ്രിയേൽ. അപ്പം അവനവൻ്റെ നാമത്തോടൊപ്പം ഈ ഏലെന്ന് പറയുന്ന ഒരു വിശേഷണം കുറെ കൂടി ദൃഢമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓഫ് ഗോഡ്, ഞങ്ങൾ ദൈവത്തിൻ്റെതാ. മറ്റാരുടേതുമല്ല. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും
ആയിരങ്ങൾക്ക് മുമ്പ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവം, പ്രകാശത്തിനുള്ള പ്രകാശം, ദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവരെ സൃഷ്ടിക്കപ്പെടാത്ത പിതാവിന് വേണ്ടി സ്വർഗത്തിലായി പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന പരിശുദ്ധ പിതാവ് ലയോ പാപ്പയെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനെയും സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവിനെയും വചന പ്രഘോഷണം നടത്തുന്ന ബോബി ജോസ് അച്ഛനെയും വികാരി അച്ഛനെയും കൊച്ചച്ഛന്മാരെയും മറ്റെല്ലാ വൈദികരെയും സഭാ അധികാരികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുസഭയെ വിശുദ്ധിയിൽ നയിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, ദൈവജനം പ്രത്യാശയുടെ തീർത്ഥയാത്രയിലൂടെ രക്ഷയുടെ മഹാജൂബിലിയിലേക്ക് നടന്നെടുക്കുന്ന ഈ വേളയിൽ അങ്ങ് തിരഞ്ഞെടുത്ത ദൈവജനത്തിൻ്റെ മേൽ അങ്ങയുടെ കാരുണ്യ കടാക്ഷം ചൊരിയണമേ. അങ്ങാകുന്ന രക്ഷാകവചത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധിയോടും വിശ്വസ്തയോടുകൂടെ ചെയ്യുന്നതിനും അതുവഴി ഓരോ വ്യക്തിയെയും പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും സ്വർഗഗേഹങ്ങളാക്കി മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ റാഫേൽ മാലാഖയുടെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും 150ാമത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യസുദിനത്തിൽ എല്ലാ ഇടവക മക്കളെയും പ്രത്യേകമായി രോഗത്താലും മറ്റു പലവിധ കാരണങ്ങളാലും ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിനായി സമർപ്പിക്കുന്നു. വിശുദ്ധ റാഫേൽ മാലാഖയുടെ മധ്യസ്ഥ സഹായത്താൽ പ്രത്യാശയിൽ മുന്നേറുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും മേൽ കരുണ തോന്നണമേ. അവർ ഈ ലോകത്തിലായിരുന്നപ്പോൾ വന്നുപോയ വീഴ്ചകൾക്ക് മാപ്പ് നൽകി അങ്ങേ വാഗ്ദാനമായ നിത്യസൗഭാഗ്യത്തിന് ഇവരെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഓർത്തിടാം
അവിടുത്തെ സ്നേഹത്തിൽ ഒന്നാകുകിൽ. പകയും വെറുപ്പും പരിഭവവും പാടേ മറക്കാം നമുക്കൊന്നാകാം. കാരുണ്യമത്രേ അതിവിശിഷ്ടം, കാഴ്ചകളേക്കാൾ അത്യുന്നതം. യും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവെ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. മാലാഖമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖവൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാപവത്തിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങ് എത്രയോ അർഹനാണെന്നും അങ്ങ് എത്രയോ മഹോന്നതനാണെന്നും എല്ലാറ്റിനുപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോടൊന്നു ചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങേ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതികീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി
ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപോലിത്തയോടും ഞങ്ങളുടെ സഹായമെത്രാനായ ആൻ്റണി പിതാവുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും പകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത
കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ സുഖം പ്രാപിക്കും.
അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തൈക്കൂടം വിശുദ്ധ റാഫേൽ മാലാഖയുടെ ഇടവകയിലെ 180ാമത് ദർശന തിരുനാൾ കൊമ്പ്രേരിയ തിരുനാളിന് ഇന്ന് പരിസമാപ്തി കുറിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷത്തോളമായി നീണ്ടുനിന്ന ഒരുക്കത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പരിശ്രമങ്ങളുടെയും ഫലമായുള്ള അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആദ്യം തന്നെ റാഫേൽ മാലാഖയുടെ പ്രത്യേക തിരുനാൾ ആശംസകളും ഒപ്പം മാലാഖയുടെ വലിയ കൂട്ടും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ 180ാം കൊമ്പ്രേരിയ തിരുനാൾ സമാപനത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന പിതാവിന് ഞാൻ നന്ദി പറയുകയാണ്. അഭിനന്ദ പിതാവ് തൈക്കൂടം ഇടവകയെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വത്സല നിധിയായ പിതാവാണ്. നമ്മളെപ്പറ്റി എപ്പോഴും ചോദിച്ചറിയുവാനും നമ്മളുടെ ഇടവകയുടെ ഓരോ വളർച്ചയിലും പ്രത്യേകമായി ശ്രദ്ധ കാണിക്കുവാനും ഒക്കെ ചെയ്യുന്ന അഭിനന്ദ പിതാവ് ഒരുപാട് തിരക്കുകൾക്കിടയിൽ, ഔദ്യോഗികമായി തിരക്കുകൾക്കിടയിലും ഈ വർഷത്തെ തിരുനാൾ ആഘോഷത്തിനായി ഈ 180ാമത് വാർഷിക തിരുനാളിൻ്റെ ഭാഗമായി നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്നു. നമുക്കേറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. പിതാവിന് എല്ലാ പ്രസിദ്ധന്മാരുടെയും എല്ലാ ഇടവക മക്കളുടെയും പേരിലുള്ള നന്ദി പറയുന്നു. പ്രത്യേകിച്ച് മാലാഖയുടെ വലിയ ശക്തമായ സംരക്ഷണം പിതാവിൻ്റെ അനുദിനമായ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വചനം നമുക്കായി പങ്കുവെച്ച് തന്നത് മാലാഖയുടെ ദിവ്യമായ ഔഷധം എങ്ങനെ നമുക്കും സൗഖ്യമായി മാറും, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം സൗഖ്യത്തെ തേടി ദൈവത്തെങ്കിലേക്ക് തിരിയാൻ സാധിക്കുമെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ലളിതമായി നമ്മളോട് വചനം വെച്ചത് നമുക്കേറെ പ്രിയങ്കരനായ ബോബി ജോസ് കട്ടിക്കാട് അച്ഛനാണ്. അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് ദിവ്യബലിയിൽ കാഴ്ചവെപ്പ് നടത്തിയത് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും 180ാം വാർഷികത്തിൻ്റെ കമ്മിറ്റി കൺവീനർമാരുമാണ്. അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് ഈ തിരുനാൾ ദിവസത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇടവകയിലെ സെയിൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി 2 ഭവനങ്ങൾക്ക് കല്ലിടുവാൻ പോവുകയാണ്. തീർച്ചയായിട്ടും അത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ്. കഴിഞ്ഞ ഏതാനും 1-2 മാസം മുൻപ് അഭിമന്യ പിതാവിൻ്റെ പ്രത്യേക താല്പര്യവും ആഹ്വാനവും പ്രകാരം സെയിൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി ഇടവകയിലെ ഒരു വീട് പണിതു നൽകി അഭിമന്യ വാലുങ്കൽ പിതാവ് അത് ആശീർവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജൂബിലി വർഷം ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനം നൽകുക എന്ന അഭിമന്യ പിതാവിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണത്. അതിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും 2 ഭവനങ്ങൾ ഇന്ന് പണിയുവാൻ വേണ്ടി അവർ പദ്ധതിയിടുകയാണ്. അതിൻ്റേതായ ചെലവുകൾ കണ്ടെത്തുവാൻ, ഫണ്ട് രൂപീകരിക്കുവാൻ സെൻറ്റ് വിൻസെൻ്റ് പോൾ സൊസൈറ്റി തിരുനാൾ ദിനത്തിൽ ഒരു ഗേറ്റ് കളക്ഷനൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല കളക്ഷനിലൂടെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉദാരമായ സംഭാവനയിലൂടെയും സഹകരണത്തിലൂടെയും, പ്രത്യേകിച്ച് ജോലിക്കാരായ കൽപ്പണിക്കാരും മരപ്പണിക്കാരും ഒക്കെയായ ജോലിക്കാരുടെ പരിശ്രമങ്ങളുടെ ശ്രമദാനത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഈ സ്നേഹഭവനം ഉയരുവാൻ പോവുക.
ഇന്ന് പിതാവ് അതിന് കല്ല് ആശീർവദിക്കുന്നു. എല്ലാവരുടെയും പ്രത്യേക പ്രാർത്ഥന ഇതിന് ഉണ്ടാവണം എന്ന് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് ഈ 180-ാം വാർഷിക ആചരണത്തിൻ്റെ സമാപനത്തിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ 180 വർഷം വിശ്വാസം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു ജനതയാണ് തൈക്കുടത്തുള്ളത്. ഈ വിശ്വാസം പ്രകടമാക്കും വിധം കഴിഞ്ഞ വർഷം ജോബി അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ദീപം തെളിയിച്ചു. ഒരു വർഷം ഈ ദീപം അൾത്താരയുടെ മുൻപിലുള്ള ദീപം കത്തി നിൽക്കുകയായിരുന്നു. ഇന്ന് ഈ 180-ാം വാർഷിക സമാപനത്തിൻ്റെ ഭാഗമായി ആ ദീപത്തിൽ നിന്നും അഭിമന്യ പിതാവ് വിശ്വാസ ദീപം കത്തിച്ചെടുത്ത് നമ്മുടെ ഇടവകയിലെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. അതൊരു പ്രതീകമാണ്. തലമുറ കൈമാറുന്ന വിശ്വാസത്തിൻ്റെ ജ്വാല നമ്മളുടെ വലിയ കുടുംബത്തിൻ്റെ അധ്യക്ഷനായ അഭിമന്യ പിതാവ് അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ്. ഒരിക്കലും നിലയ്ക്കാത്ത ഒന്നാണ് ഈ വിശ്വാസ കൈമാറ്റം എന്നത്. അത് ഇന്ന് ഈ ബലിയുടെ സമാപന ആശീർവാദത്തിന് ശേഷം അഭിമന്യ പിതാവ് നിർവഹിക്കുന്നു. ഒപ്പം നമ്മളുടെ പ്രസിദ്ധേന്യമാരുടെ സ്നേഹഭവനത്തിലേക്കുള്ള സംഭാവനകളും അഭിമന്യ പിതാവ് ഏറ്റുവാങ്ങുന്നു. വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ഭവനത്തിന് വേണ്ടിയുള്ള സംഭാവനയും അഭിമന്യ പിതാവ് ഏറ്റുവാങ്ങുന്നു. തീർച്ചയായിട്ടും ഈ അനുഗ്രഹീത നിമിഷത്തിൽ നമുക്ക് മാലാഖയുടെ പ്രത്യേക സാന്നിധ്യവും സഹായവും നമുക്ക് അഭ്യർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ അതിരൂപതയിലെ മാലിപ്പുറം സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിൽ, അത് വൈപ്പിൻകരയിലുള്ള ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ മഴക്കാലത്തും വൃശ്ചിക മാസത്തിലും വെള്ളം കയറി തിരുക്കർമ്മങ്ങൾ മുടങ്ങുക പതിവാണ്. നമ്മളെപ്പോലെ വിശ്വാസികൾ അവിടെയുണ്ട്. അപ്പോൾ അവർക്കും നല്ലൊരു ദേവാലയം നിർമ്മിക്കാൻ അവർ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ വികാരിയച്ഛൻ നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി ഇന്ന് അച്ഛനും ആ പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ ദേവാലയത്തിന് മുൻപാകെ ചായപ്പൊടി വിൽക്കുന്നുണ്ട്. അത് ഫണ്ട് കളക്ഷന് വേണ്ടിയുള്ളതാണ്. ചായപ്പൊടി വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന തുക ദേവാലയ നിർമ്മിതിക്കായിട്ട് അവർ എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെയും വേണ്ട തരത്തിലുള്ള സഹകരണം, എനിക്കറിയാം തൈക്കൂടം ഇടവക ജനങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിലാണ്. ചെല്ലാനത്ത് കടൽക്ഷോഭമുണ്ടായപ്പോഴും കോവിഡ് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴും പ്രളയം വന്നപ്പോഴും ഒക്കെ നമ്മൾ കൈത്താങ്ങായി മാറിയവരാണ് നമ്മളെല്ലാവരും. ആ ഒരു ചിന്ത മനസ്സ് വെച്ചുകൊണ്ട് ഇവരെയും നല്ല രീതിയിൽ സഹായിക്കാം. ഒക്ടോബർ മാസം ജപമാല മാസമാണ്. നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഒക്ടോബർ 11 മുതൽ 20 വരെ ആരോഗ്യമാത ദേവാലയത്തിലും, ഒക്ടോബർ 21 മുതൽ 30 വരെ ഇടവക ദേവാലയത്തിലും, 31-ാം തീയതി അഖണ്ഡ ജപമാലയായി ഈ ദേവാലയത്തിലും, 25-ാം തീയതി മുഴുവൻ ദിവസ ആരാധനയായി ഇവിടെയും നമ്മൾ ദിവ്യനാഥൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കാൻ പോകുന്നു. നമുക്ക് നല്ല രീതിയിൽ ഈ ദിവസങ്ങളിൽ ആയിരിക്കാൻ പരിശ്രമിക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തിരുനാൾ സമാപന ദിവ്യബലി, അതേ തുടർന്ന് തിരുസ്വരൂപം എടുത്തുവയ്ക്കൽ, കൊടിയിറക്കം, വൈകിട്ട് 6 മണിക്ക് സമാപന വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം നമ്മുടെ അതിരൂപത ചാൻസലർ പെരിയ ബഹുമാനപ്പെട്ട ബിജിൻ അറക്കലച്ചൻ ഉദ്ഘാടനം ചെയ്യുന്നു. സുപ്രസിദ്ധ സംവിധായകൻ വിനയൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. അതിനുശേഷം റിഥമാറ്റിക് നൈറ്റ് എന്ന പരിപാടി നടക്കുന്നു. ഈ ദിവ്യബലിക്ക് ശേഷം നമ്മൾ പ്രദക്ഷിണമുണ്ട്. പ്രദക്ഷിണം ഇപ്രകാരമാണ്. നമ്മൾ സെയിൻറ്റ് ആനീസ് ഭാഗത്തിലേക്കാണ് നടത്തുക. ഇന്നലെ വളരെ മനോഹരമായി നമ്മളെല്ലാം സജ്ജീകരിച്ചു. അതുപോലെ ഇന്നും ചെയ്യുക. അല്പം തിരക്ക് കുറച്ചുകൊണ്ട് ഓടി, ഇന്നലെ മഴ വന്നുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഓടി എല്ലാവരും അകത്ത് കയറി. അപ്പോൾ ഈ പ്രാവശ്യം ഭംഗിയായി പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലിക്കൊണ്ട് പ്രദക്ഷിണത്തിൽ പങ്കുചേരുക. ക്രമം ഏറ്റവും ആദ്യം ചെണ്ട,
അതിനുശേഷം കുരിശ്, യൂണിറ്റിലെ പതാകകൾ, സ്ത്രീകൾ, കുട്ടികളുടെ ബാൻഡ്, പുരുഷന്മാർ 2026 പ്രസിദ്ധേന്യമാർ, വലിയ ബാൻഡ്, രണ്ടാമത്തെ കുരിശ്, ഈ വർഷത്തെ പ്രസിദ്ധേന്യമാർ, ദർശന സമൂഹം, തിരുസ്വരൂപം, വൈദികർ, തെസ്സരേര്, പ്രകുതോർ, പ്രസിദ്ധേന്തി എന്നിവർ എന്നീ ക്രമത്തിൽ നമ്മൾ പ്രദക്ഷിണ നിരക്കുക. ഇന്നലെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തിക്കും തിരക്കും ഒക്കെ വരുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് നമ്മളുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റും നമ്മൾ തന്നെ സൂക്ഷിക്കുക, മറ്റു തരത്തിൽ നഷ്ടപ്പെടാതിരിക്കുക. വാഹനങ്ങൾ നമ്മൾ കഴിവതും മറ്റു വാഹനങ്ങൾക്ക് ബ്ലോക്കില്ലാത്ത രീതിയിൽ ക്രമീകരിക്കാൻ നമ്മുടെ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. CLCയിലെ അംഗങ്ങളും KCVMലെ അംഗങ്ങളും നമ്മളോടൊപ്പമുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് നേർച്ച പായസം നമ്മുടെ പള്ളിയുടെ മുൻവശമുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇവിടെ എത്താൻ പറ്റാത്ത അവർക്ക് മാലാഖയുടെ ഔഷധമായി നേർച്ച പായസം എത്തിക്കാൻ എല്ലാവരും പരിശ്രമിക്കുക, അത് വാങ്ങിക്കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിൻ്റെ ശക്തിയാൽ ബലം പ്രാപിച്ച് ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ. വിസ്മയനീയമായ മാധ്യസ്ഥത്താൽ പരിപോഷിതരാകാൻ നിങ്ങളെ അനുവദിച്ച വിശുദ്ധരുടെ മഹത്വവും പുകഴ്ചയുമായ ദൈവം നിത്യമായ ആശീർവാദത്താൽ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. വിശുദ്ധ റാഫേൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ ഇപ്പോഴുള്ള തിന്മകളിൽ നിന്ന് മോചിതരാകുകയും വിശുദ്ധമായ ജീവിതത്താൽ ദൈവത്തിൻ്റെയും സഹോദരൻ്റെയും ശുശ്രൂഷയിൽ എപ്പോഴും വ്യാപൃതരായി കാണപ്പെടാൻ ഇടയാകുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ സഭ നിത്യമായ സമാധാനത്തിൽ സന്തോഷിക്കുമ്പോൾ തൻ്റെ മക്കളായി നിങ്ങളെ സ്വർഗീയ പൗരന്മാരോട് ഒന്നിപ്പിക്കാനും ആ പിതൃരാജ്യത്തിൽ അവരോടൊത്ത് ഈ സന്തോഷം സ്വായത്തമാക്കാനും അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദിവ്യപൂജ സമാപിച്ചു. വിൻസെൻ്റ് പോൾ സൊസൈറ്റി പണിയുവാൻ പോകുന്ന ഭവനത്തിൻ്റെ ശില ആശീർവാദം നടത്തുന്നു, പ്രാർത്ഥന നടത്തുന്നു. ഭക്തിയോടുകൂടി നമുക്കായിരിക്കാം. ഇല്ലായ്മയിൽ നിന്നും സകലത്തെയും സൃഷ്ടിക്കുകയും പൈതൃക വാത്സല്യത്തോടെ എല്ലാം പരിപാലിക്കുകയും ചെയ്യുന്ന കൃപാനിധിയായ ദൈവമേ, പർദീസയിൽ ആദ്യ കുടുംബം സ്ഥാപിച്ചുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ അടിസ്ഥാന ഘടകം കുടുംബമാണെന്ന് അങ്ങ് വ്യക്തമാക്കിയല്ലോ. ഈ കുടുംബത്തിൻ്റെ വാസത്തിനായി പണിയുവാൻ ആഗ്രഹിക്കുന്ന ഈ ഭവനത്തിന് അടിസ്ഥാന ശില അങ്ങ് ആശീർവദിക്കണമേ. ഈ മൂലക്കല്ലിൽ പണിതുയർത്തുന്ന ഈ ഭവനം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ. ഇവയുടെ പ്രയത്നങ്ങൾ ഫലസമ്പന്നമാക്കണമേ. ഇതിൻ്റെ നിർമ്മാണത്തിലുണ്ടാകാവുന്ന എല്ലാവിധ തടസ്സങ്ങളും അപകടങ്ങളും അങ്ങേ കാരുണ്യത്താൽ നീങ്ങിപ്പോകട്ടെ. എത്രയും വേഗം ഈ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി ഈ ഭവനത്തിൽ വസിച്ചുകൊണ്ട് സസന്തോഷം അങ്ങയെ പാടി സ്തുതിക്കുവാൻ ഇവർക്കിടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.
അതോടൊപ്പം വിൻസെൻ്റ് പോൾ സൊസൈറ്റി നിർമ്മിക്കുന്ന ഈ ഭവനത്തിന് വേണ്ടിയുള്ള സഹായവും അഭിനന്ദ പിതാവിന് നൽകുന്നു. നിമിഷമാണ്. അഭിനന്ദ പിതാവ് ഇപ്പോൾ നമ്മുടെ ഒരു വർഷമായി കത്തി നിൽക്കുന്ന തിരിയിൽ നിന്നും തിരി കത്തിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തിരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൈമാറുകയാണ്. അവരിൽ നിന്നും നമ്മുടെ പള്ളിയിലുള്ള എല്ലാവരും തിരികൾ കത്തിച്ച് നിൽക്കാൻ ശ്രദ്ധിക്കുക. സ്നേഹം നിറഞ്ഞവരെ, മറ്റൊരു വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് നമുക്കിന്ന്. റാഫേൽ മാലാഖയുടെ തിരുനാൾ ആചരിക്കുന്ന ഇന്ന് നമുക്ക് നാളെ ജന്മദിനം ആഘോഷിക്കുന്ന അഭിനന്ദ പിതാവിന് ആശംസകൾ നേരാം. നാളെ അഭിനന്ദ പിതാവിൻ്റെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ്. നമുക്കൊരുമിച്ച് ഒരു ബർത്ത്ഡേ ഗാനം ആലപിക്കാം. ബഹുമാനപ്പെട്ട പ്രഭിനച്ചനും ആൽഫിനച്ചനും കൂടി ഒരു ചെറിയ ബൊക്കെ പിതാവിന് നൽകിക്കൊണ്ട് നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുന്നു. നമുക്കൊരുമിച്ച് ഗാനം ആലപിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday, your grace. Happy birthday to you.
ലംഘനഹീനമാതേ മാലിന്യമുക്തനാഥേ ആത്മീയ സംസാത്മമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാന്യത സംപാത്രമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലാഖമാതൻ സാക്ഷി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഗോത്രപിതാക്കളാക്കി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കന്യകമാതൻ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സർവവിശുദ്ധരാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജപമാല തന്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. മാലിന്യമുക്തമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സംയോജ്യമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുത പാത്രമാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൽബുദ്ധി തന്റെ മാതേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സൃഷ്ടിതാവിന്റെ മാതേ
പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഭക്ഷണം അനുഗ്രഹീതമാക്കിയ എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സർവശക്തനായ ദൈവത്തിന് നല്ലൊരു ക്ലൈമറ്റ് തന്ന്, അന്തരീക്ഷം തന്ന് നമ്മളെ അനുഗ്രഹിച്ച നിങ്ങൾ പ്രാർത്ഥന, എനിക്ക് തോന്നുന്നു പ്രസിഡന്റിന് പ്രാർത്ഥന ശക്തമാണ്. നല്ല ക്ലൈമറ്റ് തന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം പ്രദക്ഷിണം നിയന്ത്രിച്ചവർ, വോളണ്ടിയേഴ്സ്, ഇതിൽ പങ്കെടുത്ത വിശ്വാസികൾ എല്ലാവർക്കും റാഫേൽ മാലാഖയുടെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.